ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബും ഷെയറൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ, ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ഉണ്ട്, അത് നമുക്കറിയാം. കുറേ ആളുകൾ നമ്മുടെ വീഡിയോ സബും ലൈക്കൊന്നും ചെയ്യാതെ കാണുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്കൊക്കെ ഒന്ന് ചെയ്ത് കാണുക. എന്നാൽ മാത്രമേ നമുക്ക് നിങ്ങൾ കാണുന്നതിനുള്ള ഉപകാരം നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളെ ലൈക്കാണ്, ഓരോ ലൈക്കും ഓരോ വിലപ്പെട്ടതാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ, നമ്മൾ കുറേ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മളെ കട്ട സപ്പോർട്ടാണ്. അപ്പോൾ അവരോടല്ല പറയുന്നത്. അപ്പോൾ നമ്മൾ എന്നും കുറേ ആളുകൾ നമ്മളെ സബും ലൈക്കൊന്നും ചെയ്യാതെ കുറേ കൂട്ടുകാർ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരോടായിട്ടാണ്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ഒന്ന് ചെയ്യുക. അതുപോലെ നമ്മൾ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോസുകളും മുന്നോട്ട് പോവുകയുള്ളൂ, ആളുകളിലേക്ക് എത്തിക്കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരെയും ലൈക്ക് അത്രയും വിലപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ആരും മറക്കല്, എല്ലാവരും ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ നല്ല കലക്കിപ്പാർന്ന അപ്പമാണ് കേട്ടോ. അങ്ങനെ അപ്പം ചുടലൊക്കെ കഴിഞ്ഞ്, അപ്പോൾ അപ്പത്തേക്കുള്ള കറി ഞാൻ തലേ ദിവസം പരിപ്പും തക്കാളി ഒരു സാമ്പാർ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് അവിടെ ബാക്കിയുണ്ട്. അപ്പോൾ ഞാനത് അപ്പത്തേക്ക് അത് അഡ്ജസ്റ്റ് ചെയ്തു, വേറെ കറിയൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. അങ്ങനെ അപ്പം ചുടലൊക്കെ കഴിഞ്ഞ് അവിടെ വെച്ച് നീ അരിയിടട്ടെ. വെള്ളമൊക്കെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ കരണ്ടടുപ്പ് തന്നെയാണ് കേട്ടോ ഞാൻ ചോറ് എന്നും വെക്കൽ. അതെന്നും നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ, എന്നും ഞാൻ വെക്കുന്നത് കാണലുണ്ടല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും അരിയൊക്കെ ഇട്ട് കൊടുത്തേക്കാണ്. ഇനിയിപ്പോൾ അതൊന്ന് തിളച്ച് കുറച്ച് 2-3 തിള വന്നതിന് ശേഷം ഞാൻ തുറന്ന് വെക്കും കേട്ടോ. അല്ലെങ്കിൽ അടുപ്പിൽ കൂടെ അങ്ങനെ ഒഴിച്ച് ഇറങ്ങില്ല കഞ്ഞിവെള്ളമൊക്കെ. ഇനിയിപ്പോൾ നമ്മൾ കറിയും ഒരു ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ കറിക്ക് നമ്മൾ കുമ്പളങ്ങ മോരും കറിയായിട്ട് ഉണ്ടാക്കണതെന്ന്. പിന്നെ ഉപ്പേരിക്ക് കയ്പ്പക്കയാണ് ഇന്ന്. മീനൊന്നുമില്ല കേട്ടോ, ഇന്ന് വെജാണ്. അപ്പോൾ ഒരു ഉപ്പേരി ഒരു കറിയും അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കയ്പ്പക്ക ഇതാട്ടോ ഇതുപോലെ കുനുകുനാന്ന് അരിഞ്ഞിട്ടൊരു നല്ല തേങ്ങയൊക്കെ ഇട്ട് അടിപൊളി ഒരു തോരൻ വെക്കാനാണ്. പിന്നെ കയ്പ്പക്ക തോരൻ കേട്ടോ. അപ്പോൾ കയ്പ്പില്ലാത്ത കയ്പ്പക്ക തോരല്ല, കയ്പ്പക്ക എന്തായാലും കയ്പ്പ് ഉണ്ടാവുമല്ലോ. അതിപ്പോൾ നമ്മൾ എന്ത് രീതിയിൽ വെക്കുകയാണെങ്കിലും ആ ഒരു കയ്പ്പ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ കയ്പ്പക്കാന്ന് പേര് വന്നത് തന്നെ അതുകൊണ്ടല്ലേ, കയ്പ്പുള്ളത് കൊണ്ടല്ലേ അതിന് കയ്പ്പക്ക എന്ന് വിളിക്കുന്നത് അല്ലേ. ചില ഭാഗത്തൊക്കെ വേറെ എന്താ പേരൊക്കെയാണ് കേട്ടോ. പാവക്ക, കയ്പ്പക്ക, ഞങ്ങളിവിടെ കയ്പ്പക്ക, ഞങ്ങൾ പാലക്കാട് കപ്പക്ക എന്ന് പറയും കേട്ടോ. കപ്പക്ക എന്ന് പറയും. അതാണ് ശരിക്കുള്ള പേരത്ര കേട്ടോ. അപ്പോൾ പാവക്ക എന്ന് പറയാം, പക്ഷെ കപ്പക്ക എന്നാണ് ഞങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കയ്പ്പക്ക എന്നായി. ഓരോരോ ഭാഷ വ്യത്യാസമല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ കയ്പ്പില്ലാതെയല്ല വെക്കുന്നത്. കയ്പ്പക്ക എന്തായാലും കയ്പ്പുള്ളത് പോലെ തന്നെ വെക്കാൻ കഴിയുള്ളൂ. പിന്നെ നമ്മൾ ഓരോരോ വീഡിയോസൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഞാനിങ്ങനെ നോക്കും കേട്ടോ, കയ്പ്പക്ക ഇങ്ങനെ കയ്പ്പില്ലാതെ വെക്കുക. പക്ഷെ അത് നമ്മൾ എങ്ങനെ ഏത് രീതിയിലും എത്ര തന്നെ ഇത് വെച്ചാലും ആ ഒരു കയ്പ്പ് എന്തായാലും ഉണ്ടാവും കേട്ടോ. അത് ഞാൻ പറയാണ്. അപ്പോൾ വീഡിയോ ചെയ്യുന്നവർക്കൊന്നും തോന്നരുത് കേട്ടോ. ഞാൻ ആരെയൊന്നും കുറ്റമായിട്ട് അങ്ങനെ പറഞ്ഞതല്ല, ആർക്കൊന്നും തോന്നരുത്. അപ്പോൾ ഞാനിങ്ങനെ പറയുകയാണ്. നമ്മളത് കുറേ പരീക്ഷണം ചെയ്തതാണ് കേട്ടോ. ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാൻ കയ്പ്പില്ലാതെ എങ്ങനെ വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചിലപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. പക്ഷെ എന്നാലും ആ കയ്പ്പ് ഉണ്ടാവും കേട്ടോ. അതിൻ്റെ കയ്പ്പ് പോകണമെങ്കിൽ കുറച്ച് പ്രയാസമാണ്, അതങ്ങനെ പോവില്ല. അതെന്തായാലും നമ്മൾ അനുഭവിച്ചറിഞ്ഞവരല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കയ്പ്പൊക്കെ മുറിച്ചും കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ മോനൂസം പോയിങ്ങാണ്ട് ഒരു മാഗി കൊടുന്നത് കേട്ടോ. നൂഡിൽസ്, ഇപ്പി നൂഡിൽസ് കൊടുന്നിരിക്കണം. അപ്പോൾ അവന് അപ്പം വേണ്ടത്ര, അപ്പം സാമ്പാറും വേണ്ടാന്ന് പറഞ്ഞു. അവനങ്ങനെയാണ് കേട്ടോ. അപ്പത്തിനോട് വലിയ ഇഷ്ടമല്ല. ദോശ, ഇഡ്ഡലി, അതുപോലെ ചപ്പാത്തി, പൊറോട്ട അങ്ങനത്തെയൊക്കെ നല്ല കഴിക്കും. എന്നിട്ട് പിന്നെ ഞാൻ തന്നെ കുറച്ച് വെള്ളമൊക്കെ വെച്ച് കൊടുത്തപ്പോൾ അവൻ തന്നെ മസാലപ്പൊടികളും പിന്നെ മാഗിയൊക്കെ അതിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് അതാട്ടോ കാവൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇളക്കി കൊടുത്ത്, ഇനിയിപ്പോൾ ഇളക്കുമ്പോൾ കൈ തട്ടി പൊള്ളണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇതിൽ പിന്നെ ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ. വേറെ ഒന്നും അവന് ഇതിൽ ഇടുന്നത് ഇഷ്ടമല്ല. പിന്നെ ഇപ്പി നൂഡിൽസിൽ നമ്മൾ ക്യാരറ്റ്, അതുപോലെ ഓണിയൻ റിങ്, ലിപ്സ് അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉള്ളൊരു പൊടിയാണ്, അതുകൊണ്ട് അതിലൊന്നും ഇഷ്ടമല്ല. ഇങ്ങനെ വെള്ളം തിളപ്പിച്ചിട്ട് അതൊന്ന് വറ്റിച്ചെടുക്കുക, അതാണ് ഇഷ്ടം. പിന്നെ അതിൻ്റെ ഒരു കുറച്ച് വെള്ളം വേണം അവന്, അങ്ങനെ കഴിക്കുള്ളൂ. വേറെ നമ്മൾ ഉള്ളി തക്കാളി വാട്ടിയിട്ടൊന്നും ഇട്ട് കൊടുക്കുക അങ്ങനെയൊന്നും ഒരു ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ
അങ്ങനെ അതവിടെ അതാ മാഗി നൂഡിൽസ് അവിടെ ഇങ്ങനെ റെഡിയായി ഇരിക്കുന്നുണ്ട്. അപ്പോഴത്തേന് നമ്മുടെ ചോറ് വേകാനായിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടി ഒന്ന് തിളച്ചാൽ ചോറ് ആവും. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് മോന് എടുത്ത് കൊടുക്കട്ടെ. അതിന് ശേഷം ചോറൊക്കെ ഊറ്റിയിട്ട് കേട്ടോ കുറച്ച് ചായ വെക്കുകയാണ്. ചായ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായ രാവിലെ ഇത് വെച്ചതാണ് കേട്ടോ, ഒരു പാത്രം വെച്ചതാണ്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളേക്ക് തന്നെ വേണം കേട്ടോ ഒരു ചായ. ഭയങ്കര ചായൻ്റെ ആളാണ്. എത്ര തന്നെ കുറക്കാൻ കരുതിയാലും പക്ഷേ ആ ചായ കൂടി കുറക്കാൻ കഴിയുന്നില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ കുടിക്കും. അങ്ങനെ ഇതാ നമ്മൾ പാവയ്ക്ക കൈപ്പക്ക ഒക്കെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കേട്ടോ കുമ്പളങ്ങി മോരുകറിക്കുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. അതൊക്കെ മുറിച്ച് നമ്മൾ നല്ല മൺചട്ടിയിലിട്ട് വെച്ചിട്ടുണ്ട്. അത് ഇനി നമ്മൾ ഗ്യാസിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് വേകുമ്പോഴത്തേനും വേണം. തേങ്ങ പൊതിച്ചിട്ടില്ല കേട്ടോ, പൊട്ടിക്കാനല്ല പൊതിച്ചിട്ടില്ല. അപ്പോൾ ഒന്ന് പൊതിച്ചെടുക്കണം. അപ്പോൾ ഇതെന്തായാലും വേഗം വെക്കുമ്പോഴത്തേനും ആ ടൈം കൊണ്ട് നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് പൊതിച്ചെടുക്കാം. അപ്പോൾ ചായയിൽ ഞാൻ എന്തായാലും പഞ്ചസാര ഇട്ടിട്ടില്ല കേട്ടോ, അറിയാം അവിടെ അങ്ങനെ തിളച്ചങ്ങനെ വെച്ചതാണ്. അങ്ങനെ എന്തായാലും നമ്മളിതാ ചായയിലൊക്കെ പഞ്ചസാര ഇട്ട് ചൂടാക്കിയിട്ട് മോനൂസിന് കൊടുക്കട്ടെ. അവന് സ്കൂളിൽ പോകാൻ ടൈമായിട്ടോ. അപ്പോൾ കൈപ്പക്കൊക്കെ ഇതാ മുറിച്ച് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവനൊന്ന് പറഞ്ഞയച്ചിട്ടാണ് ഞാൻ ഉപ്പേരിക്കൊക്കെ വെക്കാൻ റെഡിയാക്കിയത് കേട്ടോ. അപ്പോൾ അത് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കട്ടോ. ഞാൻ എന്ത് ഉപ്പേരിക്ക് മുറിക്കുകയാണെങ്കിലും കുറച്ച് നേരം അത് ഞാൻ വെള്ളത്തിലിട്ടിട്ട് പിന്നെയാണ് കേട്ടോ ഞാൻ കഴുകിയെടുക്കുക. അങ്ങനെ നമ്മുടെ ഇതാ കുമ്പളങ്ങ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഉപ്പേരിക്കുള്ള ചട്ടി വെച്ചിക്കണം. ഞാൻ ആദ്യം വെച്ചിട്ട് കത്തിച്ചപ്പോൾ ചട്ടി ഒന്ന് പുകഞ്ഞു കേട്ടോ. എണ്ണ ഓവറായിട്ട് ചൂടായപ്പോൾ പിന്നെ അങ്ങനെ ഞാനത് ചൂടാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓഫാക്കിയിട്ടതായിരുന്നു. അപ്പോൾ എണ്ണ വെച്ചിട്ട് എന്തോ ഒരു ഇതിന് പോയതാട്ടോ. ആ മോൻ പോയപ്പോൾ അവൻ്റെ പിന്നാലെ ഒന്ന് എത്തി നോക്കാൻ പോയിട്ട് അവൻ പോണത് കാണാൻ. അപ്പോൾ ഇപ്പോൾ സൈക്കിളിലാണ് കേട്ടോ പോവൽ. ഇപ്പം സൈക്കിൾ കിട്ടിയപ്പോൾ ഇപ്പം നല്ല മദ്രസക്കായാലും സ്കൂൾക്കായാലും ഞാൻ കൊണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അവനെ ഒറ്റയ്ക്ക് സൈക്കിളിൽ പോകും. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ സ്കൂളൊക്കെ, നടക്കേണ്ട ദൂരമുള്ളൂ. അങ്ങനെ ഇതാ നമ്മുടെ കൈപ്പക്കയ്ക്കുള്ള നല്ല ഒരു ഉള്ളി കേട്ടോ, വലിയ ഉള്ളി പച്ചമുളകും ഒന്ന് വാട്ടിയെടുക്കുക അതുപോലെ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ കുമ്പളങ്ങ ഒക്കെ ഉള്ള തേങ്ങയും തൈരൊക്കെ ഞാൻ അവിടെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, മോര്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാട്ടോ ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് വാടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച കൈപ്പക്ക ഉണ്ടല്ലോ അതുകൊണ്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് തേങ്ങ ചിരവിയതും കൂടി വേണം കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റ് കൂട്ടാനാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആരും കൈപ്പക്ക തോരൻ വെച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനൊന്ന് വെച്ച് വെക്കൊണ്ട് കേട്ടോ, നല്ല രസമാണ്. പിന്നെ കയ്പ്പ് ഇല്ലയെന്ന് ഞാൻ പറയില്ല, ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് വട്ടം ഞാൻ പറഞ്ഞു. കയ്പ്പ് എന്തായാലും ഉണ്ടാകും, ചെറുതായിട്ടാണെങ്കിലും ആ കയ്പ്പക്കന് കയ്പ്പ് എന്തായാലും ഉണ്ടാവും കേട്ടോ. കയ്പ്പില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇത് കയ്പ്പില്ല എന്ന് പറഞ്ഞല്ലോ എന്ന് ഇപ്പം ഇതെന്താ കഴിക്കണമെന്ന് പറയാൻ നിൽക്കല്ലേ. അപ്പോൾ എന്തായാലും കയ്പ്പുള്ള കയ്പ്പക്ക ഉപ്പേരി ഇതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ കറിക്കുള്ള തേങ്ങ അരച്ച് പറഞ്ഞപ്പോൾ ഇനി ഒന്ന് തിളപ്പിച്ചെടുക്കണം. എന്നിട്ടൊന്ന് നമുക്ക് കടുകൊക്കെ പൊട്ടിച്ചെടുക്കാം അല്ലേ. അപ്പോൾ ഇതുപോലെ ഇതാ തേങ്ങയും മഞ്ഞളും ഉപ്പ് പിന്നെ കൈപ്പക്കയിൽ കുറച്ച് കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല, അങ്ങനെ വലിയ അറിയില്ലല്ലോ, ഉപ്പ് വേണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് ഇനി ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ആവിക്ക് ഇങ്ങനെ മൂടി വെക്കാം കേട്ടോ. ഇത് പിന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, വെള്ളമില്ലാതെ വെക്കണതല്ലേ. ആ ആവിയിൽ അങ്ങനെ വെന്ത് വരണം കേട്ടോ, അപ്പോഴേ അതിൻ്റെ ഒരു ഇതുണ്ടാവുള്ളൂ. അപ്പോൾ അതാ നമ്മൾ കറിയൊക്കെ ഒന്ന് തിളച്ച് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഗ്യാസൊക്കെ ഒന്ന് ഓഫ് ചെയ്യട്ടെ. ഇനിയിപ്പോൾ ഇതിൻ്റെ കറിവേപ്പിലൊന്നും ഇല്ല കേട്ടോ, കറിവേപ്പില മറ്റൻമുളകൊന്നുമില്ല, വെറും കടുകും ഉലുവയും ഒന്ന് പൊട്ടിച്ച് ഇടാൻ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കയ്പ്പൊക്കെ അവിടെ അങ്ങനെ വേകട്ടെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണമെന്ന്, അല്ലെങ്കിൽ അതൊരു അടിയിലിങ്ങനെ ഒട്ടും കേട്ടോ. അപ്പോൾ പിന്നെ കരിഞ്ഞൊരു മണം വരും. അങ്ങനെ ഇനിയിപ്പോൾ നമ്മളെ കൂട്ടാനും കറികളും ഒക്കെ ഉണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്ക് വേറെ പരിപാടികളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നേരത്തെ തന്നെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ തന്നെ നമുക്ക് കുറേ അടുക്കളയിൽ ചായ കുടിച്ച പാത്രങ്ങളും അതുപോലെ വെച്ച് നമ്മൾ അരിഞ്ഞതും കുറച്ച് പാത്രങ്ങളും എല്ലാതും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ രാവിലെ മക്കൾ പോയി കഴിഞ്ഞാലാണ് ഒക്കെ എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അവരെ പറഞ്ഞയക്കലും അവരോരോ സാധനങ്ങൾ ചോദിക്കുമ്പോൾ എടുത്ത് കൊടുക്കാനും ഒക്കെ ഇങ്ങനെ നിൽക്കണ്ടേ. അപ്പോൾ അതാ കയ്പ്പൊക്കെ ഇങ്ങനെ ഒരു മണം ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഒരു കുറച്ച് ടൈം ആകും കേട്ടോ, അതൊന്ന് ആയി കിട്ടണമെങ്കിൽ ഒന്ന് വാടി ഒന്ന് വെന്ത് എല്ലാതും ഒന്ന് മിക്സായി വരുമ്പോഴത്തേനും കുറച്ച് ടൈം എടുക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കുട്ടപ്പനാകട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.